പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 5-ലെ പ്രിയാമ്പിൾ ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന 4ാമത്തെ യൂണിറ്റാണ്. ഈ ടെക്സ്റ്റിൻ്റെ എല്ലാ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തത് ദ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ആമുഖം. ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ എന്നത് അതിൻ്റെ ചുരുക്കവും തത്വചിന്തയും അടിസ്ഥാന ലക്ഷ്യങ്ങളും ഉൾക്കൊന്ന ആമുഖ രേഖയാണ്. 1946 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അടിസ്ഥാനമാക്കിയാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇത് പ്രഖ്യാപിക്കുന്നു. അടുത്തത് കോർ വാല്യൂസ് ഓഫ് ദ പ്രിയാമ്പിൾ, ആമുഖത്തിലെ പ്രധാന മൂല്യങ്ങൾ. പൗരന്മാർക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ആമുഖത്തിൻ്റെ ലക്ഷ്യം. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്തിക്കാനും ആശയപ്രകടനത്തിനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലിബർട്ടി, പദവിയിലും ആശയപ്രകടനത്തിനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം ഈക്വാലിറ്റി എന്നിവ ഉറപ്പാക്കാനും വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യം വളർത്താനും ആമുഖം ലക്ഷ്യമിടുന്നു. അടുത്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇവ പൗരന്മാരുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളാണ്. സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യപരമായ നടപടികളിൽ നിന്ന് പൗരന്മാരെ ഇവ സംരക്ഷിക്കുന്നു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതം, സംസ്കാരം എന്നിവയുമായുള്ള ബന്ധപ്പെട്ട അവകാശങ്ങൾ, ഭരണഘടനാപരമായി പ്രതിവിധികൾക്കുള്ള അവകാശം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇവ സാമൂഹ്യ സാമ്പത്തിക നീതിയുള്ള ഒരു ക്ഷേമരാഷ്ട്രം വെൽഫെയർ സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. മൗലിക അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് നിയമപരമായി നടപ്പിലാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. സ്വൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ് മൗലിക കടമകൾ. രാജ്യസ്നേഹം വളർത്താനും ഇന്ത്യയുടെ ഐക്യം കാത്തുരക്ഷിക്കാനും പൗരന്മാരുടെ 11 ധാർമ്മിക കടമകളാണിവ. ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, പൊതുസ്വത്ത് നശിപ്പിക്കാതിരിക്കുക എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്.